ഇന്ന് നമ്മൾ കുറച്ചുകൂടി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഏർലി സ്റ്റേജിലുള്ള മദർഹുഡ് അല്ലെങ്കിൽ പാരൻറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ജാസിയ മെറിയം. ഷീസ് എ പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റ് ആൻഡ് അഡ്വാൻസ്ഡ് സർട്ടിഫൈഡ് ലാക്ടേഷൻ കൺസൾട്ടൻറ്റ്. പാരൻറ്റിങ് അല്ലെ പാരൻസിന് കുറച്ചുകൂടി കൺസേൺ ഉള്ളൊരു ഒരു പോയിൻ്റാണ് ബ്രസ്റ്റ് ഫീഡിങ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യണം കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഒരു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് വേൾഡ് ബ്രസ്റ്റ് ഫീഡിങ് വീക്കായിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതൊരു നല്ല ടൈമാണെന്ന് തോന്നി നമുക്ക് ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാം ഒന്ന് ജസ്റ്റ് പറഞ്ഞോളൂ, എന്താണ് ഈ ഒരു ലാക്ടേഷൻ കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിലേക്ക് എങ്ങനെയാണ് മാം മാറിയത്? ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നൊരു ഇതാണ്. ഒരു ലേഡി പ്രഗ്നൻ്റ് ആയി, നമ്മൾ വി ആൾ ആർ അവെയർ അബൌട്ട് ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ ഇന്ന കെയർ കൊടുക്കണം, സെക്കൻഡിൽ ഇന്ന കെയർ കൊടുക്കണം, തേർഡിൽ ഇന്ന കെയർ വെക്കണം. പക്ഷെ നോബഡി ടോക്സ് അബൌട്ട് പോസ്റ്റ്പാർട്ടം. So this is often regarded as a fourth trimester. Fourth trimester means 3 months. The first 3 months where a baby and a mom gets adapted to each other, where a baby is provided with nutrition, nutrition, care, cure. ഇതെല്ലാം നടക്കുന്ന ഒരു ഏരിയയാണ് 3 months. ഇപ്പം പല കൾച്ചറിലും നമ്മൾ ഫസ്റ്റ് 40 days, നമ്മുടെ കൾച്ചറിൽ മാത്രമല്ല, ഫസ്റ്റ് 40 days considered as very sacred, where the mom will be given utmost care. അതേപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഇതിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ പ്രത്യേകിച്ചും, ഐ ഹാവ് മൈ ഫസ്റ്റ് കിഡ് 10 years back, minus second one at 4 years back, recently 10 months. അപ്പോൾ 3 ജേർണിയും ഡിഫറെൻ്റ് ആണ്. ഫസ്റ്റിൽ നമുക്ക് വി ആർ യങ് ബട്ട് we don't have wisdom. We get a little toy in a hand with whole lot of confusions, with whole lot of hormonal just. നമുക്ക് ഒന്നും അറിയില്ല. So we'll take up many things from society. പിന്നെ നമുക്ക് തന്നെയുള്ള എക്സ്പീരിയൻസസ് വെച്ചിട്ട് നമ്മൾ we will judge ourselves with no professional help being provided. ആ സമയത്ത് ഇങ്ങനെ ഒരു ലാക്ടേഷൻ കൺസൾട്ടേഷൻ ഫീൽഡ് ഉണ്ടെന്ന് തന്നെ എനിക്കറിയില്ലായിരുന്നു. സെക്കൻഡ് ബേബി ഐ ഹാഡ് ആഫ്റ്റർ എ ഗ്യാപ്പ് ഓഫ് 7 years. ബൈ ദാറ്റ് ടൈം ഐ ഹാവ് ഗ്രോൺ എ ലോട്ട് physically as well as mentally. From 23 years I had 7 years, 32 years I had my second baby. Education wise, from BDS I have upgraded myself to MDS by that time. Still then I had a lot of confusions. ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ഫസ്റ്റ് വൺ ഇപ്പോൾ ആൾക്കാർ പറയുന്നു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള ഡിഫറൻസ്, അവരുടെ ഫീഡിങ്ങിൻ്റെ കുടിക്കുന്നതിൻ്റെ ഡിഫറൻസ്, അതൊക്കെ ഇങ്ങനെ പറയാമെന്നല്ലാതെ ഐ വാസ് വെരി ആക്ച്വലി ഐ ഡിഡ്ന്റ് ഹാഡ് എനി ഐഡിയ unless I have one problem with my breastfeeding, second one. So this time I was very determined. ഫസ്റ്റ് വണ്ണിൽ നമുക്ക് ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം ഐ ഹാഡ് മൈ ഫെലോഷിപ്പ് ഇൻ മയോഫങ്ഷണൽ തെറാപ്പി. അപ്പോൾ അന്ന് മുതലേ നമുക്ക് മനസ്സിലൊരു ഇതുണ്ടായിരുന്നു. ഇൻ വെസ്റ്റേൺ കൺട്രീസ് ആൻഡ് ഓൾ നൗ എ ഡേയ്സ് ബ്രസ്റ്റ് ഫീഡിങ് ഇസ് കൺസിഡേർഡ് ആസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മയോഫങ്ഷണൽ എക്സസൈസ്. വി ഓൾ ആർ അവെയർ ഓഫ് ദാറ്റ് മയോഫങ്ഷണൽ എക്സസൈസ് പാർട്ട്. നമുക്ക് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പറയുമല്ലേ, ഫോർ എ ഗുഡ് തിങ് ടു ഹാപ്പൻ യു ഷുഡ് ഹാവ് എ മിനിമം ഓഫ് 40 minutes ഓഫ് ആക്റ്റീവ് വർക്കൗട്ട്. So what does breastfeeding mean in their mental, physical development? അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒരുപാട് മനസ്സിലാക്കിയ സമയം പോലും. So I was so determined that I was ready to pause my career for 6 months. Otherwise I will be jumping into my career back in 2 months. So I'll be mixing up with bottles and breastfeeding. This time I don't want that. With third baby, yes, I have grown even more. Both in physical aspect as well as in wisdom, but I was weak at my physical well-being. So that time the challenge was different. So 2021 I somehow enrolled into that course of advanced certified lactation consultation or profession. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ I was looking for breastfeeding problems. First thing we'll do is നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യൂല്ലേ, ഇങ്ങനെ സിംറ്റംസ് ഉണ്ട്, അതെങ്ങനെയുണ്ട്, അപ്പോൾ ഇതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്.
And no matter who you are, no matter how professionally well you are, how physically well you are, how financially well you are, a postpartum mom's brain is very naive. നമുക്കൊന്നും മനസ്സിലാവില്ല. Because there is a structural change happening in your brain. Right and left brain. From നമ്മുടെ right brain is concerned to be for emotional aspects. Left brain is predominantly for the logical aspects. In a newborn mom, this right brain take the overload. നമുക്ക് വേറെ ഒന്നും മനസ്സിൽ വരില്ല. നമുക്ക് ചിലപ്പോൾ നമ്മൾ ബാക്കിയുള്ളവർ പറഞ്ഞതിനൊക്കെ നമുക്ക് ദേഷ്യം വരും. There is a huge hormone drops happening. And we'll be trying new things. So this course itself was a answer to that question. I was looking for something like, so something popped up, lactation consultant. At that time, at 2021, there was not even one person registered as a lactation consultant in Kerala. There was found only on Bangalore. Gap in Kerala. Yeah, a huge gap. 2021, I'm talking about 2021. So I myself enrolled into it just to get an answer for my own kid, because Alhamdulillah, I was well settled with my own profession. I was doing good in that one. Then later, when നമ്മളങ്ങനെ അത് നാവിഗേറ്റ് ചെയ്യല്ലോ, that was an online course. ഒരു സമയത്ത് 3 എൻറോൾ ചെയ്തുകൊണ്ട് I put a pause in that. My question was answered. After that, I don't want to dig deeper. അത് കഴിഞ്ഞു. പിന്നെ I told you, ഇങ്ങനെ ഈ lactation consultation as it got progressed, I was in that network. ഇവരുടെ നെറ്റ്വർക്കിൽ ഉണ്ടാവുമല്ലോ. So people started referring me kids, because I'm a pediatric dentist, people started referring to me cases with tongue ties, which is a huge topic to be covered. അപ്പോൾ അങ്ങനെ വന്ന് my first job was to, I'll just look into that baby, I'll diagnose whether there is a tongue tie or not, I'll give a clear-cut surgical correction, then I'll leave that case. I'll just refer them back to the whoever has referred me. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, it is not working. It is not working the way I wish it was working. എന്നുവെച്ചാൽ what was the final aim? To bring that baby to breast, or for that mother to get a somewhat relief. So അങ്ങനെ journey continue ചെയ്തു. With this third baby, I recently completed my examination part. And luckily, നമുക്കൊരു obstacle വരുന്നത് എന്ന് പറയുമല്ലോ. Luckily or unluckily, 3 of my kids are having that lip tie. Not tongue tie, lip tie. So when I started learning that, many unanswered questions came to light എന്ന് അറിയില്ല നമ്മൾ. So എനിക്ക് നമുക്ക് അറിയുന്നത് from a pediatric dentist point of view, tongue is more concerned. Lip is never going to interfere with the breastfeeding journey. Or നമ്മളെല്ലാവരും ഒരു conventional method of, when you imagine a person who is breastfeeding, what is the first figure that comes to you? A lady holding a baby like this. Everybody's picture is like a baby holding a baby like this and feeding. പിന്നെ അപ്പോൾ അതൊന്നുമല്ല, അതിൻ്റെയൊക്കെ ബിയോണ്ട് ഉണ്ട് കുറേ കാര്യങ്ങൾ. അപ്പോൾ ഫോർ മീ, ഞാൻ എൻ്റെ മനസ്സിൽ മൂത്ത ആളുടെ ലിപ് ടൈ കറക്ഷൻ വിൽ ബി ഡൺ അറ്റ് ദ ഏജ് ഓഫ് 8, which I did. Just because she had that something called as midline dysteema, 2 പല്ലിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ, and it was affecting her maxillary growth. അതായിരുന്നു എൻ്റെത്. Second time also, I had my second baby after a huge gap of 7 years. This time also the same. I was very much improvised with regard to holding a baby. രണ്ടാമത്തെ ബേബി ആകുമ്പോൾ നമുക്ക് കുട്ടീനെ ഹോൾഡ് ചെയ്യാനും കുട്ടീനെ കഴുത്തുറക്കാത്തത് നമുക്കൊരു വിഷയമാവില്ലല്ലോ. അതൊക്കെ ചെയ്തിട്ടും it was all those symptoms were recurring. And I was under medication for about 1 month, 2 months. ഓരോട് ചോദിക്കും, എൻ്റെ ഫ്രണ്ടിൻ്റെ ഗൈനക്ക് അവളെ വിളിച്ച് ചോദിക്കും, എനിക്കിങ്ങനെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്, ഇറ്റ്സ് ഗെറ്റിംഗ് റിയലി പെയിൻഫുൾ ആഫ്റ്റർ ബ്രസ്റ്റ് ഫീഡിങ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഷീ ടോൾഡ് ദാറ്റ് മൈ ബി എ ഫംഗൽ ഇൻഫെക്ഷൻ ആൻഡ് ദർ വാസ് എ വൂണ്ട് ലൈക്ക് തിങ് ഇൻ മൈ നിപ്പിൾ. ഐ യൂസ് ടു ക്യാരി എ ointment and antifungal agent. Most of the parents നമ്മള് ഈ ഒരു ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പറയുന്ന ഒരു സാധനമാണ് നിപ്പിൾ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. And which everybody consider it as a normal thing. അതെ, പാല് കൊടുക്കുമ്പോൾ അതൊരു
ഡ്രൈ സ്കിൻ ആയതുകൊണ്ടോ അങ്ങനെയൊന്നും ആയിരിക്കൂല ചിലപ്പോൾ. എന്തുകൊണ്ടായിരിക്കും കൂടുതൽ nipple? To be truly, alhamdulillah, with my third kid, he also has this all kind of things. Okay. But not once I have used all these things. Just by applying my own knowledge. And then ഞാൻ ഈ പഠിച്ചത് എനിക്ക് തന്നെ കേട്ടോ മോസ്റ്റ്ലി ഇതാക്കി യൂസ് ചെയ്തത്. ഹാവ് യു എവർ നോട്ടീസ് മൈ കൗച്ചേഴ്സ് ലൈക്ക് ദിസ്? വെരി വെരി വെൽ സപ്പോർട്ടഡ് ആംസ് എല്ലാ റൂമിലും ഉണ്ടാവും. താഴെ എനിക്കൊരു റോക്കിംഗ് ചെയർ ഉണ്ട്, വിച്ച് ഐ ബോട്ട് എസ്പെഷ്യലി ഫോർ മൈ തേർഡ് കിഡ് ബിക്കോസ് he was a preterm kid. അപ്പോൾ അതിന് ഐ ഹാവ് ലേൺ ഹൗ ടു ഹാൻഡിൽ എ preterm baby, വാട്ട് ഈസ് ഗോൾഡൻ അതൊക്കെ പറയാനുണ്ട് ഒരുപാട്. അപ്പോൾ അങ്ങനെ കുറേ മെറ്റ്സ്. So this field is actually blooming out and blooming out quite well. There is a lot of lactation consultants available nowadays. But as I am into that pediatric dentist part, most of the cases which I encroached was either a flip tie or tongue tie, ruling out these things. Initially I used to just rule it out. Now I'll see what causes it. Or maybe നമ്മൾ ഒരു സാധനം ഒരു അസുഖത്തിനെ പറ്റിയിട്ട് ഒരു കുട്ടി പാൽ കുടിക്കുന്നില്ല, the first thing you will do is Google. Yes, right? അപ്പോൾ ഫസ്റ്റ് പോപ്പപ്പ് ചെയ്യുന്ന സാധനമാണ് ടങ് ടൈ, ലിപ് ടൈ, വിച്ച് മെനി കേസസ് അത് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡയാഡ് തിങ്. ഡയാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാൾക്കാർ. Nowadays it is considered as triad, where the father is also actively involving in the parenting journey. അപ്പോൾ ഓരോ ബ്രസ്റ്റ് ഫീഡിങ് ഡയാഡ്സിൻ്റെയും ഗോൾസ് എന്താ നമ്മളറിയാം. Rather than looking into that my part, I have searched for that അതെന്താണ്. അപ്പോൾ ഐ വുഡ് എവറി ടൈം ദിസ് കഴിഞ്ഞ വേൾഡ് ബ്രസ്റ്റ് ഫീഡിങ് ഇതിലാണ് ഐ കെയിം ടു നോ ദർ ഈസ് സംതിങ് കോൾഡ് ആസ് ബർഡ്വാലാസ്, സംതിങ് കോൾഡ് ആസ് അങ്ങനെ കുറേ ആസ്പെക്ട്സ്. സോ ലാസ്റ്റ് ബ്രസ്റ്റ് ഫീഡിങ് വീക്ക് ഐ ഗോട്ട് ഇൻ ടു കണക്ഷൻ വിത്ത് എ ലോട്ട് ഓഫ് ദീസ് കൈൻഡ് ഓഫ് പീപ്പിൾ. നമ്മൾ എപ്പോഴായിരിക്കും ഒരു ലാക്ടേഷൻ കൺസൾട്ടന്റിനെ അപ്രോച്ച് ചെയ്യേണ്ടി വരിക? See, breastfeeding should never be painful. ബ്രസ്റ്റ് ഫീഡിങ് ഇപ്പം പണ്ടൊക്കെ ഞാനിങ്ങനെ പറയുന്നു കുറച്ചൊക്കെ വേദന സഹിച്ച് പാലും എടുത്താലേ കുട്ടിക്ക് ഇഷ്ടം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഈ മദർഹുഡ് ഭയങ്കര കഷ്ടപ്പെടേണ്ട ഒരു സാധനമാണ്. ദർ ഇസ് നത്തിങ് ലൈക്ക് ദാറ്റ്. നമ്മളിപ്പം ഒരു പുതിയൊരു ഗാഡ്ജറ്റ് മേടിച്ചു, ഫസ്റ്റ് തിങ് വാട്ട് വിൽ യു ലുക്ക് ഈസ് നമ്മൾ അതിൻ്റെ മാനുവൽ ചെക്ക് ചെയ്യൂലേ, ഇതെങ്ങനെ ഇതാക്കാം, അല്ലെങ്കിൽ നമ്മൾ റിവ്യൂ എടുക്കൂലേ. ഹാവ് യു എവർ ഡൺ വിത്ത് യുവർ പ്രഗ്നൻസി വിച്ച് ഇസ് ദ മോസ്റ്റ് എന്താണ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു സാധനമല്ലേ. ഹോൾ ബോഡി ചേഞ്ചസ്, യുവർ ഇന്നർ സെൽഫ് ചേഞ്ചസ്. സ്പെഷ്യലി നമുക്കൊരു ബാക്ക് 10 years നമുക്ക് പറയുന്നു എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുകയെന്നല്ലോ കേട്ടോ, ഐ എം നോട്ട് ടെല്ലിങ് ദാറ്റ്. ഇപ്പം നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് ആ ഒരു പ്രഷറും കൂടി ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടി അറിഞ്ഞ് അപ്പോൾ ഈ അല്പജ്ഞാനം എന്തോ ബുദ്ധിമുട്ട് എന്തോ പറയുമല്ലോ, കുറച്ച് നമുക്കറിയാം, പക്ഷെ വി ഡോണ്ട് നോ ദ റൂട്ട്. അപ്പോൾ നമ്മളിങ്ങനെ പിന്നെ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് ടൈം ഐ ഹാഡ് എ കൺസൾട്ട് വിത്ത് എ BDS ഡോക്ടർ. അപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട്, കുറേ ഗൈനക്ക് എല്ലാവരുടെ അടുത്തും പോയി. അവർ റൗണ്ട്സിന് പോയപ്പം ഒരു കുട്ടിക്ക് ടങ് ടൈ. അപ്പോൾ ഈ ടങ് ടൈ എവിടെ കേട്ടിട്ടുണ്ട്, പിന്നെ അതാ മനസ്സിൽ എൻ്റെ കുട്ടിക്ക് ടങ് ടൈ ഉണ്ട്, എൻ്റെ കുട്ടിക്ക് ടങ് ടൈ ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇപ്പം ഞാൻ എന്താക്കുന്ന വെച്ചാൽ ഐ വിൽ നോട്ട് എക്സാമിൻ ദാറ്റ് ബേബി ഇൻ ടു ദാറ്റ് ടങ് ടൈ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ് ടങ് ടൈ ഉണ്ടോ ഇല്ലയോ, ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് സംശയം, അല്ല ഈ ഡോക്ടർ പറഞ്ഞാൽ ശരിയല്ല, ഉണ്ട്. അപ്പം നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഐ വുഡ് റെക്കമെൻഡ് എവറി മദർ ഈസ് ടു listen to your gut feeling. If you feel there is something wrong, go take a actual advice from a professional who knows what it is. നമ്മൾ കൂടുതലും ഇപ്പോൾ ഒന്നെങ്കിലും ഇപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ കൂടുതലും ഫാമിലിയിലുള്ളവർ അല്ലെങ്കിൽ പാരൻസ് അവരൊക്കെ ഇൻവോൾവ് ചെയ്തിട്ട് ഞാൻ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തതാണ്, ഇതൊക്കെ കോമൺ ആണ്, ഇതെങ്ങനെ അങ്ങനെ ഒരു നോർമലൈസ് ചെയ്യുകയാണ് ചെയ്യുക, നോർമലി അങ്ങനെയാണ് ചെയ്യുക. അപ്പം ഒരു പ്രൊഫഷണലിനെ അപ്രോച്ച് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു ഡൗട്ട്ഫുള്ളായിട്ട് നിൽക്കുന്ന ടൈമായിരിക്കും അത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു മോഡേൺ പാരൻറ്റിങ്ങിൽ ഈ ഒരു ഇപ്പോൾ ഉള്ള പാരൻസായിട്ട് വരുന്ന ആൾക്കാർ കൂടുതലും ഗൂഗിളിനെ തന്നെയാണ് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് അറിയൂല അവരുടെ ഒരു പ്രോബ്ലത്തിന് ചിലപ്പോൾ
ഒരു പ്രൊഫഷണൽ അഡ്വൈസ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നുള്ളത് അറിയില്ല. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഏതൊക്കെ ടൈപ്പ് ആൾക്കാരാണ് കുറച്ചുകൂടി വരുന്നത്? ഇപ്പോൾ ഫസ്റ്റ് മദർ ആവുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ? That was my first surprise. അതെ. From my own journey, I told you with three different experiences ആണ്. ഒരാൾക്ക് ലാച്ചിൻ്റെ ബുദ്ധിമുട്ടാണെങ്കിൽ, ഒരാൾക്ക് എന്താണ് പൊസിഷനിങ്ങിനെ കൊണ്ട് മാറി, ഒരാൾക്ക് ഞാൻ പമ്പ് ചെയ്തിട്ടും മിക്സഡ് ആയിട്ടും കൊടുത്തു, പിന്നെ ലാസ്റ്റ് വൺ ഇസ് ദ ഫസ്റ്റ് വൺ ടു റിസീവ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്. യു വോണ്ട് ബിലീവ് ഇറ്റ്. നമ്മളെപ്പോഴിപ്പോൾ എൻ്റെ കേസസിൽ മൂന്നാമത്തെ കുട്ടിയായിട്ട് വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് 2 കുട്ടികളുടെ ഇങ്ങനത്തെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. അപ്പോൾ ദാറ്റ്സ് എ തിങ്. അങ്ങനെ ഒരു മിത്ത് കൂടി ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ടൈം മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവുക, സെക്കൻഡ് പ്രഗ്നൻസിയിലോ തേർഡ് പ്രഗ്നൻസിയിലോ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്നൊക്കെയുള്ള കോൺഫിഡൻസ് ഉണ്ടാവുന്ന ആൾക്കാരും ഉണ്ടാവും. അത് എൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാണോ അങ്ങനെ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടീനെ ആയിരിക്കും ബ്ലെയിം ചെയ്യുന്നുണ്ടാവുക, കുട്ടി നന്നായിട്ട് ലാച്ച് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് അധികം ഇല്ലാത്തത് എന്നുള്ളതൊക്കെ ഉണ്ടാവും. ബ്രസ്റ്റ് മിൽക്ക് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ചില ആൾക്കാർ പറയും പമ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര കിട്ടുന്നുണ്ട്, കുടിക്കുമ്പോൾ എനിക്ക് ഡൗട്ടാണ് എത്രയുണ്ട് എന്നുള്ളത്. എന്ത് വന്നാലും ഒരു ബേബി നമ്മളുടെ ബോഡിയിൽ അറ്റാച്ച് ചെയ്യുമ്പം ലാസ്റ്റ് നമ്മളുടെ ഒരു 40 weeks is considered as normal gestational period, which usually നമ്മുടെ 36-37 നമ്മുടെ നാട്ടിൽ most of them will deliver their baby. അപ്പോൾ 40 weeks എത്തിയ ഒരു ബേബി നോസ് ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള എൻവയോൺമെന്റ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോഴത്തെ പാരന്റിങ് അതാണ് പറയുക, യു സെറ്റ് ദ പ്രോപ്പർ എൻവയോൺമെന്റ് ഫോർ ദ ചൈൽഡ്, യു വിൽ സീ ദ ചൈൽഡ് ഫ്ലറിഷിങ് അല്ലേ. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി കേസ് നമ്മൾ പ്രസവം കഴിഞ്ഞിട്ട് അതുവരെ നമ്മളുടെ ഹാർട്ട് ബീറ്റ്, നമ്മളുടെ സൗണ്ട്, നമ്മളുടെ എല്ലാ മൂവ്മെൻറ്റ്സും കേട്ട് നിന്നിരുന്നൊരു ബേബി all of a sudden it is detached from their mother, അല്ലേ, whom they are familiar so much. That is the first thing that I have to bring a little bit of change in our societal norms. Baby should be kept bare, ഒരു ഇതൊന്നുമില്ലാതെ, ഒരു ക്ലോത്തോ ഒന്നുമില്ലാതെ ആ ഉമ്മൻ്റെ നെഞ്ഞത്ത് വെക്കുന്നത്. That is something called as kangaroo mother care, which might be a new term for many of you. Kangaroo mother care. Kangaroo എങ്ങനെയാണോ അവരുടെ കുട്ടീനെ ഇപ്പോൾ കുറച്ചുകൂടെ ഇപ്പോൾ സെലിബ്രിറ്റീസ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ ആൾക്കാരിലേക്ക് ആ ഒരു അവയർനെസ് ഉണ്ട്. ഇപ്പൊ കുറച്ചും കൂടി അതൊന്നും ഇതാവുന്നുണ്ട്. പക്ഷെ എപ്പോഴും പറയാം ഉമ്മന്റെ ചൂട് കിട്ടിക്കിടന്നു കഴിഞ്ഞാൽ പിന്നെ അതന്നെ ഉമ്മന്റെ ചൂടിനല്ലാതെ പിന്നെ കുട്ടീനെ നമ്മളതിനെ കൊണ്ടുവരുന്നത് ഉമ്മല്ല ഉപ്പ, ഹൂവർ ഇറ്റ് ഈസ് ദ പ്രൈമറി കെയർ ഗിവർ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, ഓരോ ബ്രസ്റ്റ് ഫീഡിങ് ഡയറ്റിൻ്റെ ഡിമാൻഡ്സ് വ്യത്യാസമായിരിക്കും, പിന്നെ ഓരോന്നിൻ്റെയും കണ്ടീഷൻസ് വ്യത്യാസമായിരിക്കും. ചിലപ്പം വെരി ഏർലി പ്രീ ടേം ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, അപ്പോൾ അവരുടെ ഗോൾസ് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ഉമ്മക്ക് ഭയങ്കരമായിട്ടൊരു ട്രോമാറ്റിക് ബർത്ത് ആണ്, where the mother is not able to even sit up, so their breastfeeding goals is different. I'm not telling that formula തീരെ പാടില്ല എന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഫോർമുല ഈസ് ഭയങ്കര അഗെയിൻസ്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. there are conditions where പിന്നെ വേറൊരു മിത്തതായിരുന്നു, ഒരു ഉമ്മ ഒരു പെണ്ണിനെ പ്രസവിച്ചോ അവർക്ക് പാലുണ്ടാവും. And we stress too much on that mother. ഇത് കോർട്ടിസോൾ എന്ന് പറഞ്ഞൊരു ഹോർമോണിനെ പറ്റിയിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. nowadays it is very familiar. ദാറ്റ് റൈസ് ചെയ്യുമ്പം അത് ആ ഉള്ള പാലും കൂടി അങ്ങ് ഇല്ലാതാവുന്ന കണ്ടീഷൻസ്. അപ്പം കുറേ പിന്നെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും കൂടി അങ്ങ് കുട്ടീനെ കാണാൻ പോകും. ദാറ്റ് ഹാസ് ടു സ്റ്റോപ്പ്. There is something called as golden hour. Golden hour in നമ്മളിപ്പോൾ ഒരു ആക്സിഡൻറ്റ് കേസിൽ പറയില്ല, വിത്തിൻ 1 hour you have to be there in that area. അപ്പോൾ എത്ര സമയം കൊണ്ട് ഇതിനെ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നോ അത്രയും സമയം അത്രയും റിക്കവറി ഉണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ there is something called as golden hour എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ച് ഒരു 1 hour ഉമ്മയും ബേബിയും കൂടി അല്ലെങ്കിൽ അമ്മയും ബേബിയും കൂടി ഒരുമിക്കുമ്പം there is an innate inborn connection or namala oxytocin release. Oxytocin is often called as breast milk ejecting. Prolactin is milk producing hormone, whereas oxytocin is breast milk ഉണ്ടാവുന്നതിനെ സഹായിക്കുന്നതിന്. അപ്പം ആ കണക്ഷൻ വേണം. എന്താ ആ ഉമ്മയും കുഞ്ഞും അല്ലെങ്കിൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക.
ആ കുട്ടിക്ക് വേറെ ആരെയും അറിയില്ലല്ലേ പുറത്ത്. അപ്പോൾ നമ്മൾ പറയും ഷുഗർ കുറയുന്നുണ്ടോ നോക്കാം. അപ്പോൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. വെരി ലേമൻ ടൈമിൽ പറയാം കേട്ടോ. വർക്ക്ഔട്ടിൽ ഇഫ് യു വോണ്ട് ടു ലൂസ് വെയിറ്റ്, വാട്ട് ഈസ് ദ തിങ് ദാറ്റ് യു ഷുഡ് ഡു? either you should cut your calories or you should burn more calories. പിന്നെ വേറെ ഡ്രാസ്റ്റിക് വെയിറ്റ് ലോസ് വരുന്നത്. അപ്പം അതിൽ എല്ലാവരും ഇക്വേറ്റ് ചെയ്യുന്നത് ബ്രസ്റ്റ് മിൽക്ക് കുറവാണെന്നാണ്. ഒരു ഉമ്മ ഡെലിവറി കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ലേഡി ഡെലിവറി കഴിഞ്ഞ് it takes up to 3 to 4 days for her to establish that milk supply. Adum provided every conditions is normal. If you are going for a complete natural birth, then also first thing called as colostrum enna saanam. അപ്പോൾ കുട്ടി വിശന്നിട്ടാ കരയുന്നത്. നോ, കുട്ടി ഈസ് പാനിക്ഡ്. കുട്ടിക്ക് ഒന്നും മനസ്സിലാവണില്ല. അതുവരെ നല്ല സുഖിച്ച പള്ളയെ കിടന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ കുട്ടീൻ്റെ എൻവയോൺമെന്റ് അതിനെ മാറ്റുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് പൊതിഞ്ഞു വെക്കൂലേ. പൊതിഞ്ഞു വെച്ചിട്ട് എന്തിനാ കുട്ടിക്ക് തണുക്കും. കുട്ടിക്ക് ആ സമയത്ത് ഉമ്മാൻ്റെ അതാണ് വിച്ച് കീപ്സ് ദ ടെമ്പറേച്ചർ ഇൻ ദാറ്റ് നോമിനൽ ലെവൽ. അപ്പോൾ ആ ടെമ്പറേച്ചർ ഇപ്പോൾ തണുപ്പത്തെ സമയത്ത് നമുക്ക് വിശപ്പ് കൂടൂലേ. വൈ ഇസ് ഇറ്റ് സോ? ബിക്കോസ് our body is burning more calories to keep up with that cold. നമ്മളെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ അപ്പോൾ വിശക്കും നമുക്ക് വേഗം. കുട്ടിക്ക് വിശക്കും, സ്വാഭാവികമായിട്ടും വിശക്കും. ബിക്കോസ് കുട്ടീൻ്റെ കാലറീസും കൂടുതൽ ബേൺ ചെയ്യാണ്. പിന്നെ കുട്ടി നല്ല ചബ്ബി ആയിരിക്കും ആ സമയത്ത്. അപ്പോൾ ഇനീഷ്യൽ 4 to 5 days with provided that mother and the baby is always together, or if mother is not capable, if the father and the baby is always together, a calorie burn is minimal. So you require less amount of milk. And you are gaining that cholesterol which has all that thing in it which is required in that first few days. അത്ര മതി. പിന്നെ നമ്മൾ പറയുന്നത് ഈ കൊളസ്ട്രോൾ തന്നെയാണ് കുട്ടിക്ക് ഫസ്റ്റ് ഫീഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ചില സി സെക്ഷൻ്റെ ഒക്കെ കേസസിൽ ചിലപ്പം അവർ ചിലപ്പോൾ ഫോമുലൊക്കെ ആയിരിക്കും. മീൻസ് അമ്മയുടെ മദറിൻ്റെ ആ ട്രോമ എൻ്റെ ഒരു സിറ്റുവേഷൻ റിക്കവറി സ്റ്റേജ് കൊണ്ട് ചിലപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഫോമുലയൊക്കെ ആയിരിക്കും. അപ്പം കൊളസ്ട്രോളിന് എത്രത്തോളം വാല്യൂ ഉണ്ട് എന്നുള്ളത് കൊളസ്ട്രോൾ ഈസ് പ്രഷ്യസ്. അഗെയിൻ ഇത് മനസ്സിൽ വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയേണ്ടത് എപ്പോഴും ഫ്ലെക്സിബിൾ ആവുക. അപ്പോൾ ദർ ഇസ് സംതിങ് കോൾഡ് എസ് അബ്ഗാർ സ്കോർ. അപ്പോൾ നമ്മളൊരു ബേബി വന്നിട്ട് ആ കുട്ടീൻ്റെ അബ്ഗാർ സ്കോർ ലെസ് ആണെന്നുണ്ടെങ്കിൽ യെസ്, ആദ്യത്തെ നമ്മളുടെ എയിം എന്താ? ടു മേക്ക് ദാറ്റ് ചൈൽഡ് അലൈവ് അല്ലേ. നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് കൊടുത്തത് കുട്ടീനെ കിട്ടിയില്ല, അവിടെയല്ല. അപ്പോൾ ഓരോ കേസും ഡിഫറെൻ്റ് ആണ് അതാ പറയുന്നത്. ദാറ്റ്സ് വേർ വി റിക്വയർ എ കംപ്ലീറ്റ് പ്രൊഫഷണൽ അപ്രോച്ച് ഫോർ യു ടു ബി ഗൈഡഡ്. അപ്പോൾ ഒരാൾക്ക് ഫിറ്റ് ആവുന്ന സ്ലൈഡ് ആവില്ല അടുത്ത ആൾക്ക് ഫിറ്റ് ആവുന്നത്. അപ്പം നമുക്കൊരു സ്ട്രക്ചർ, ഇപ്പോൾ യു ആർ ഗിവിങ് മി എ സിനാരിയോ, കേസ് സിനാരിയോ. ഇഫ് ഇറ്റ് ഈസ് ഇൻ ടു മൈ കപ്പാസിറ്റി ഐ വിൽ ഡീൽ. If it is beyond my capacity, I have to refer to a higher extent. There is something called as IBCLC. Are you ever familiar? No. International Board Certified Lactation Consultant, which is superior than a advanced certified lactation. We should know when to refer. We should know when to defer. But colostrum is very important. But at the same time, I told you it is all about a dyad. അവിടെ നമ്മളെപ്പോഴും ഒരു ദിവസം കഴിഞ്ഞാൽ ബേബി വി ഓൾവേസ് ഫോർഗെറ്റ് അബൌട്ട് ദ മദർ. പെട്ടെന്ന് അപ്രോച്ച് ചെയ്യുന്നത് ഒരു പീഡിയാട്രീഷ്യനെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ ഇതിന് വേണ്ടിയിട്ട്. വിച്ച് മെനി ഓഫ് ദം ആർ അവെയർ നൗഡേയ്സ്. പിന്നെ ഇതുപോലെ കുറച്ചുകൂടി എല്ലാവരും പ്രഗ്നന്റ് ആവണ സമയത്ത് അമ്മയ്ക്ക് കൊടുക്കുന്ന കെയർ ഡെലിവറി കഴിഞ്ഞ് ബേബിക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാവുക. പക്ഷെ മദറാണ് അപ്പോഴും കൂടുതൽ സഫർ ചെയ്യുന്നത്. അവരുടെ ഒരു മെന്റൽ സ്റ്റേറ്റ് പോലും ചിലപ്പോൾ ബാക്കിയുള്ളവരത് മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല. ഒരു ബേബി വന്ന ഒരു പുതിയ ആളാണ്, അവരെ എങ്ങനെ മാനേജ് ചെയ്യണം കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് ഉണ്ടാവുന്ന കുറെ ക്യൂരിയസ് തിങ്സ് ഉണ്ടല്ലോ, അതിനോടൊപ്പം തന്നെ കുറെ മിത്സ് ഉണ്ട് കുറെ മിത്സ് ഉണ്ട്. നമ്മൾ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ കുറെ ഫുഡ് കഴിക്കണം, കുറെ പാലുണ്ടാവാനുള്ള കുറെ ഫുഡ് കാര്യങ്ങളൊക്കെ. കൂടുതലും നമുക്ക് അഡ്വൈസസ് തരുന്നത് ഈ പ്രൊഫഷണൽസ് ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ. അവരുടെ ലൈഫ് സ്റ്റൈലിലോ അല്ലെങ്കിൽ അവരുടെ ഒരു ടൈമിലോ വർക്കായിരുന്ന കാര്യങ്ങൾ ഇപ്പോഴത്തെ ഇതിലേക്ക് കുറച്ചുകൂടി ഇൻജെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുക. അപ്പോൾ കൂടുതലും നമ്മളിപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് കൂടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കുക അങ്ങനെ ആവശ്യമുണ്ടോ? ബ്രസ്റ്റ് മിൽക്ക് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡൈനാമിക്സാണ്. എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ മദർ ബേബി ഡയാഡിന് ഇപ്പോൾ ആ ബേബിക്ക് ഇപ്പം എന്താണോ ആവശ്യമുള്ളത്
as a mother most of the times will produce accordingly. For example, എൻ്റെ ബേബിക്ക് ഇപ്പോൾ ഒരു ഫീവർ ഉണ്ട്. So when I'm feeding my baby directly breast feeding എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is direct feeding and indirect feeding. Okay, directly ആ കുട്ടിയുടെ അസുഖത്തിൻ്റെ അലർജൻസും കാര്യങ്ങളും എൻ്റെ ബോഡിയിലേക്ക് വന്ന് മൈ ബ്രസ്റ്റ് മിൽക്ക് വിൽ ബി പ്രൊഡ്യൂസിങ് ദ ആൻറ്റിബോഡീസ് അല്ലെങ്കിൽ അതിനെ അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യാനുള്ള antibodies accordingly. That is the beauty of breast milk. And that is the one drawback with the formula. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ബേബിക്ക് അപ്പം എന്താണ് ആവശ്യം? അപ്പോൾ ചിലപ്പോൾ ഭയങ്കര വീസിങ് ഉള്ളൊരു കുട്ടി, നമ്മളുടെ കേസിൽ ഇപ്പോഴത്തെ പീഡിയാട്രീഷ്യൻസ് എസ്പെഷ്യലി പറയും go and have a lot of skin to skin contact with your baby. നമ്മളുടെ അഷ്യൂറൻസ് നമ്മളുടെ അപ്പം നമ്മുടെ ബോഡിയിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളുണ്ടാവും. അപ്പം നമ്മൾ പറയും സ്റ്റെം സെൽസ് നേടിയിട്ടുണ്ടാവുമല്ലോ, നമ്മളുടെ ബേബിക്ക് എന്താണ് ആവശ്യം, ദാറ്റ് ഈസ് ഇൻ ദാറ്റ് ബ്രസ്റ്റ് മിൽക്ക്. which always is not a scenario. There are cases where yes, there is mothers who are incapable of producing breast milk for their babies. കുറേ സിനാരിയോസ് ഉണ്ട്. അത് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് നമുക്ക് പലപ്പോഴും ഫസ്റ്റത്തെ കുട്ടി ഉണ്ടായതിൻ്റെ ശേഷമായിരിക്കും നമ്മൾ പാനിക് ആവുന്നത്. അപ്പോൾ ആ കേസിൽ നമുക്കിതൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റൂല. ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ്റെ ഏറ്റവും നല്ല കാര്യം ഏതാണോ അത് നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചു തന്നെ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ കൂടുതൽ നമ്മൾ ഈ പയറുകൾ അങ്ങനത്തെ സാധനങ്ങൾ, ചീര അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതൽ കഴിക്കാനൊക്കെ ഉണ്ട്. ഗാലക്ടോഗോക്സ് എന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ട്. ഗാലക്ടോഗോക്സ് ഡു have some effect on other. അപ്പോൾ അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. That we have to consult with a proper dietitian, and we have to go about it. I'm not in that position to tell very much about galactose, but plenty of water. Water accordingly നമുക്ക് ലിസൺ ടു യുവർ ബോഡി എന്ന് പറയുമല്ലോ. ഇഫ് യു ഫീൽ ലൈക്ക് ഒരു ഹെഡേക്ക് വന്നു കഴിഞ്ഞാൽ ദ ഫസ്റ്റ് തിങ് ഷുഡ് നോട്ട് ബി ഗോ ഗെറ്റ് യുവർ പാരസെറ്റമോൾ. ഫസ്റ്റ് തിങ് ഈസ് ജസ്റ്റ് ലുക്ക് ബാക്ക് വാട്ട് ഐ ഹാവ് ഗോൺ ത്രൂ ഇൻ ദിസ് ഡേ. ഇഫ് ഇറ്റ് ഈസ് എ സ്ലീപ്പ് ഡിപ്രിവേഷൻ, സ്ലീപ്പ് അഗെയിൻ, which is a proper imbalance in a newborn mother. അപ്പം if you can get some more sleep, എപ്പോഴാണ് എങ്ങനെയൊന്നും അറിയില്ല, accordingly അത് it has a drastic, yes, the level of stress, ഫുഡ് മാത്രമല്ല, ദ ലെവൽ ഓഫ് സ്ട്രെസ് ദാറ്റ് യു ആർ ഗോയിങ് ത്രൂ. പിന്നെ ഫസ്റ്റ് ബേബി ഒബ്വിയസ്ലി നമുക്ക് ഫാക്ടറി ഫുൾ ഫ്ലെജ്ഡ് അല്ല. നമ്മൾ ബ്രസ്റ്റ് ഈസ് ഓഫൻ കൺസിഡർഡ് ആസ് എ ഫാക്ടറി. ദ പാരറ്റ് ഈസ് ബീൻ ബ്ലൂംഡ് എന്ന് വെച്ചാൽ ലാസ്റ്റ് ട്രൈമസ്റ്റർ ഒക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് കൊളസ്ട്രോൾ ലീക്കേജ് വരും. ദ മൊമെന്റ് യു get pregnant with your baby, this factory starts functioning. The number of cells, the size of cells, the differentiation into that particular thing, it happens. Complete development of a breast happens once you get pregnant. പിന്നെ അതുപോലെ ഉള്ളതാണ് ഇപ്പം ബ്രസ്റ്റിന്റെ സൈസിനനുസരിച്ചായിരിക്കും മിൽക്ക് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ മദറിന്റെ ബോഡി ടൈപ്പിനനുസരിച്ചൊക്കെ ആയിരിക്കും മിൽക്കിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ കുറെ മിത്സ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ എന്താണ്? To an extent it is a myth, but to an extent there is some certain conditions where നമുക്ക് PCOD ഉള്ള മദേഴ്സിന് നമുക്ക് ഈ നമ്മൾ പറയും ഗാലക്ടോജെനസിസ് പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. ഈ പാർട്ട് 2 ആണ് ഞാൻ പറഞ്ഞ എക്സ്ക്ലൂസീവായിട്ട് ബ്രസ്റ്റ് മിൽക്ക് ഇങ്ങനെ ഒഴുകുന്ന ഒരു കണ്ടീഷനൊക്കെ പറയുന്നത്. ദാറ്റ് ഈസ് ഡിലേഡ്. അത് കുറച്ച് ഡിലേ വരും. ഇറ്റ്സ് നോട്ട് ദാറ്റ് ദേ ആർ നോട്ട് ഗോയിങ് ടു പ്രൊഡ്യൂസ് ഓർ നോട്ട്. ആ ഒരു സമയം ആ മദറിന് റിയഷുറൻസ് കൊടുക്കുക. യെസ്, യു വിൽ ബി ഫൈൻ, യു വിൽ ഗെറ്റ് ദാറ്റ് മിൽക്ക്. പിന്നെ ബ്രസ്റ്റിൻ്റെ സൈസ്, യെസ്, ഞാൻ പറഞ്ഞല്ലോ ഈ ഫാക്ടറി, ഈ നമുക്ക് മിൽക്ക് പ്രൊഡ്യൂസിങ് ഡെക്സ് സെൽസ് ചില ആൾക്കാർക്ക് ഇൻഹെറൻ്റ്ലി ഉണ്ടാവില്ല. അത് ഉണ്ടാവില്ല അവർക്ക്. അപ്പോൾ അങ്ങനത്തെ കേസസിൽ ദർ മിൽക്ക് പ്രൊഡക്ഷൻ കപ്പാസിറ്റി വിൽ ബി ലെസ്. അപ്പോൾ ആ സമയത്ത് ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ കൊടുത്തു നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബേബി വിൽ ബി ലൂസിങ് ദെയർ വെയിറ്റ്. അപ്പോൾ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അറിയപ്പെടാൻ പറ്റും. ദാറ്റ്സ് നോട്ട് കംപ്ലീറ്റ് മിത്ത്. പിന്നെ ബ്രസ്റ്റ് സൈസും പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും നമ്മൾ ഈ പറയുന്ന കോമ്പണൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാൻ ഇടുന്ന ഓറഞ്ചും വെള്ളവും വ്യത്യാസമാണ്, 10 ഗ്ലാസ്സിനേക്ക് എടുക്കുന്നത് വ്യത്യാസമല്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡിങ് ഓൺ ഡിമാൻഡ്, അല്ലെങ്കിൽ നമുക്ക് എത്ര ഡിമാൻഡ് ഉണ്ടോ അത്രയും പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ബ്രസ്റ്റ് മിൽക്ക്. ഇഫ് ദാറ്റ് ഫാക്ടറി ഈസ് സഫിഷ്യൻറ്റ്, ഒരു റിപ്പയർ ഒന്നും ആവശ്യമില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ. അഗെയിൻ റൂട്ടിലുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞു.
ഞാൻ എപ്പോഴും ആസ് മൈ പ്രൊഫഷൻ സജസ്റ്റ് ഐ വുഡ് ഓൾവേസ് സജസ്റ്റ് ഡയറക്റ്റ് ഫീഡിങ് because that has some amount of myofunctional therapy happening over here, which again have a lot of benefits in your growth of jaw, the full face development, prevention of mouth breathing in the future. അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ദാറ്റ്സ് വൈ ഐ ഇൻസിസ്റ്റ് ഇഫ് പോസിബിൾ. പക്ഷെ എല്ലാ കണ്ടീഷനിലും നമുക്ക് അങ്ങനെ ആവില്ല. അപ്പോൾ ബ്രസ്റ്റ് പമ്പിങ്ങിന് ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ചില കേസിൽ മദർ വിൽ ബി ടു സിക്ക്. അപ്പോൾ ആ സമയത്ത് ജസ്റ്റ് ടു മെയിൻറ്റെയിൻ ദാറ്റ് ബിഗ് സപ്ലൈ വർ യു ആർ നോട്ട് ഏബിൾ ടു. ഇപ്പോൾ ഒരു baby NICU-ലാണ് where the baby is with whole lot of apparatus. Yes, I do suggest breast pumping. In that case, the only thing is, I told you, the breast milk production is always dependent upon the stimulation that you give, the environment that you provide. Just to keep up that supply, I would suggest for a breast pumping. If I'm very early, have to return back to the work. Or there will be some trauma informed care എന്ന് പറയും നമ്മൾ. Some persons who have gone through some amount of sexual assaults or any violence, they'll have that fear of getting someone into their breast. ആ കേസിലും നമുക്ക്, but they want breast milk for their baby. In that case, yes, obviously nipple injury എന്തെങ്കിലും വന്നു, for the time while until that nipple injury is healed, yes, in order to keep up that supply, we will recommend a breast pump. നീ മാനുവൽ വേണോ ഇലക്ട്രിക് വേണോ? someone who is completely planning to breastfeed their baby directly, അവർക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രസ്റ്റ് പമ്പേ വ്യത്യാസമുണ്ട്. ദർ ഇസ് സംതിങ് കോൾഡ് ആസ് ഹോസ്പിറ്റൽ ഗ്രേഡ് ബ്രസ്റ്റ് പമ്പ്. ചെയ്യുന്നില്ല എന്നല്ല, ചില സം ചൂസ്, ദെൻ വി ഹാവ് ടു റെസ്പെക്ട് ദെയർ ചോയ്സ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് വി ആർ ബൗണ്ട് ടു, നമ്മളെടുത്ത് വരുന്ന ആൾ നീ എന്തായാലും ബ്രസ്റ്റ് ഫീഡ് ചെയ്തേ പറ്റുള്ളൂ എന്ന് വി കനോട്ട് ടെൽ ദം. അപ്പോൾ അവിടെ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് എത്തണം ബേബിക്ക്. സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയുന്നത് നമ്മൾ. അപ്പം അതിനനുസരിച്ചിട്ട് ബ്രസ്റ്റ് പമ്പിൻ്റെ വരെ വേരിയേഷൻ പറയും നമ്മൾ. There is something called as manual pump. There is something called as electric pump. There is something called as dual pump. There is something called as hospital grade pump. അപ്പോൾ ഹോസ്പിറ്റൽ ഗ്രേഡ് നമ്മളുടെ ഇവിടെയൊക്കെയാണ് ഹോസ്പിറ്റൽ ഗ്രേഡ് പമ്പൊന്നും ഇവിടെ അവൈലബിൾ അല്ലാത്തത്. അപ്പം അത് ഓരോരുത്തരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട്. ആൻഡ് അഗെയിൻ ചൂസിങ് എ ബ്രസ്റ്റ് പമ്പ് ഈസ് അഗെയിൻ എ വെരി ബിഗ് ടോപ്പിക്. അത് നമ്മളുടെ ഓരോ ആൾക്കാരുടെ ബ്രസ്റ്റിൻ്റെ സൈസ് അനുസരിച്ചിട്ട്, നിപ്പിളിൻ്റെ സൈസ് അനുസരിച്ചിട്ട്, ഏരിയോളിൻ്റെ സൈസ് അനുസരിച്ചിട്ട്, വിച്ച് ഫിറ്റ്സ് പ്രോപ്പർലി ആ ഫ്ലാഞ്ച്, അതിനൊരു ഫ്ലാഞ്ച് പോലത്തെ ഒരു സാധനം, അത് സെലക്ഷനൊക്കെ കറക്റ്റ് ആയാലേ. ബ്രസ്റ്റ് പമ്പിനെ കുറിച്ചിട്ട് ഇപ്പൊ ഗൂഗിൾ ചെയ്തിട്ട് നോക്കിയാലും പറയാൻ പറ്റും ആൾക്കാർക്ക്. അപ്പൊ ചിലപ്പം മിക്ക ആൾക്കാരും ഒരു കൺസൾട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഡയറക്ട്ലി പർച്ചേസ് ചെയ്യൊക്കെ ആയിരിക്കും. അപ്പൊ അവര് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരിക്കും ഈ കാര്യങ്ങൾ. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ഗോൾസ്. എന്താണ് ഗോള്? ഒരു വൺസ് ഇൻ എ വൈൽ പോവാനാണ്, ദെൻ ഐ വോണ്ട് സജസ്റ്റ് ദം ടു ഇൻവെസ്റ്റ് ടു മച്ച് ഓൺ ദാറ്റ്. അതൊരു ഹാൻഡ് പമ്പ് മതി. ഫോർ ഇപ്പോൾ നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കണ്ടീഷൻ. അപ്പം യെസ്, ഒബ്വിയസ്ലി നമുക്കത് അതിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യാൻ പറയാം. മാനുവൽ മതി. അപ്പം അതിൻ്റെ ടൈമിങ്, ഓരോ പമ്പ് എത്ര സമയം എടുത്തിട്ട് ചെയ്യണം, അതൊക്കെ ഇറ്റ് വോണ്ട് ബി ബൗണ്ട് ഇൻ ദിസ് ടോക്ക്. ഓക്കെ. Yes, breast pumping is actually, there is something called as power pumping. Power pumping എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് കാലമായിട്ട് നമുക്ക് അസുഖമായി, നമ്മൾ ബ്രസ്റ്റ് സപ്ലൈ പറ്റ പോയി. അപ്പോൾ there is something called as power pumping where every hour you will be pumping 10 minutes until your supply is established completely. Then you will be returning back to the normal breastfeeding. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ എല്ലാവർക്കും കൊണ്ടാണ്. ചില ആൾക്കാർ പറയും 2 വയസ്സ് വരെ ഫീഡ് ചെയ്യണം, അല്ലെങ്കിൽ 2 വയസ്സ് കഴിഞ്ഞിട്ട്, പണ്ടത്തെ ആൾക്കാരൊക്കെ 2 വയസ്സ് കഴിഞ്ഞിട്ടും ഫീഡ് ചെയ്തത്. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ മാക്സിമം 2 വയസ്സ് വരെയൊക്കെ ഫീഡ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു ഇതുണ്ടോ? അപ്പോൾ ഇത്ര കാലം നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം, അങ്ങനെ ഒരു കണക്കങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏറ്റവും നല്ലത് 6 months എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ടു ദ ലീസ്റ്റ്. 6 months exclusive breastfeeding to the least. അത് നിങ്ങൾ ഡയറക്റ്റ് ആണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ബെനിഫിറ്റ് ഈസ് അഗെയിൻ, ഞാൻ പറഞ്ഞല്ലോ, ഈ ജോയിൻ്റെ ഡെവലപ്മെൻറ്റ്, മാക്സിലിൻ്റെ ഡെവലപ്മെൻറ്റ്, നമ്മളെ ടൂത്ത് ബഡ് അലൈൻ ആവുന്നതിൻ്റെ ഡെവലപ്മെൻറ്റ്, അങ്ങനെ കുറേ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ബിയോണ്ട് 2 years
ബ്രസ്റ്റ് മിൽക്ക് അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. അഗെയിൻ പിന്നെ മിക്കവാറും ആൾക്കാർ നമ്മളുടെ ഇതിൽ സ്പെഷ്യലി പല്ല് കേട് വരുന്നുള്ളൂ പറയുന്നുണ്ട്. യെസ്, ഞാൻ പറഞ്ഞല്ലോ ബ്രസ്റ്റ് മിൽക്ക് the composition of breast milk is dynamic. അപ്പം വീനിങ് സ്റ്റേജിലുള്ള ബ്രസ്റ്റ് മിൽക്കിന് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. ദേ ഹാവ് മോർ ഓഫ് എൻ ആൻറ്റിബോഡീസ്, പ്രിവെൻഷൻ ഓഫ് ഫ്രം ഇമ്മ്യൂൺ ഡെവലപ്മെൻറ്റിന് നല്ലതാണ്. പിന്നെ ഇത് that is another topic I have to cover, DK part if I'm planning to tell. Yes, DK happens. എന്ന് വെച്ചാൽ നമ്മൾ at libidum breastfeeding എന്ന് പറയും. അതിന് കോൺട്രവേഴ്സി ഉണ്ട് കേട്ടോ. അഗെയിൻ there is a controversy. നമ്മൾ പീഡിയാട്രിഷ്യൻ പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ദ മൊമെൻറ്റ് യു ഹാഡ് യുവർ ബേബി വിത്ത് ഫസ്റ്റ് ടീത്ത്, അപ്പം നമ്മൾ ശരിക്കും ബ്രഷ് ചെയ്യിപ്പിക്കണം. ഈവൻ ബിഫോർ ദാറ്റ് വി ആർ ബൗണ്ട് ടു ക്ലീൻ ദ ഗം പാഡ്സ് വിത്ത് കോട്ടൺ, പ്യോർ ഫ്രഷ് കോട്ടൺ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കണം എന്നാണ് പറയാം. നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് നമ്മളുടെ സെലൈവ മോഷനിലല്ലേ ഇരിക്കുന്നത്. നമ്മൾ പലപ്പോഴും കണ്ടില്ല നമ്മൾ തലയിണ വെറ്റാവുന്നത് എന്ന് വെച്ചാൽ പുളിങ് ഓഫ് സെലൈവ. അതേപോലെ തന്നെ വായിലിങ്ങനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ദർ ഈസ് പുളിങ് ഓഫ് മിൽക്ക്. അപ്പോൾ ആ പൂളിങ് ഓഫ് മിൽക്ക് വിച്ച് ഇസ് ലെഫ്റ്റ് ദർ, നമ്മളൊരു പാല് ഫ്രിഡ്ജിൽ ഒരു സൈഡിൽ ഒരു തൂയിപ്പോയി, ഫ്രിഡ്ജിലാട്ടോ പറയുന്നത്, പുറത്തൊന്നുമല്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ മണക്കൂല്ലേ. ഇമാജിൻ ആ ഒരു മേ ബി ഇങ്ങനെ വയലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, ഒരു 3 മണിക്കൂറൊക്കെ കിടക്കുവാണ്. ഒബ്വിയസ്ലി ദർ ഈസ് ഗോയിങ് ടു ബി സം, ബിക്കോസ് നമ്മൾ ജീവനുള്ള കുട്ടിയാണ്. വേർ ദർ ഇസ് എൻ നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻ യു. അഗെയിൻ കൈരീസ് പാർട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ നാല് ഫാക്ടേഴ്സ് കൂടുമ്പോഴാണ് കൈരീസ് വരിക. വൺ ഈസ് യുവർ ടീത്ത് ഇറ്റ് സെൽഫ്, വൺ ഈസ് ദ സെലൈവ കോമ്പസിഷൻ, മൈക്രോ ഓർഗാനിസംസ്, ദെൻ ദ food. When the microorganism act on your food, it produce some amount of acid. Then the acid, the pH കുറയുമ്പോൾ tooth is again minerals അല്ലേ, minerals will get into the thing. അപ്പം ഒരു ഉപ്പിലിട്ട മാങ്ങ ഇട്ട ഉടനെ എടുത്തു കഴിഞ്ഞാൽ ഉപ്പ് പിടിക്കുമോ? ഇല്ല. ഇഫ് യു കീപ്പ് ഇറ്റ് ഇൻ 3 to 4 days നല്ല ഉപ്പൊക്കെ പിടിച്ച് നമുക്ക് നല്ല രസമായിരിക്കും. അതേപോലെ that factor is called as time. If you're not giving that time, proper time കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ this caries part is not happening. That means if you're wiping off that gum pad as soon as, caries is not going to happen. അപ്പം ബ്രസ്റ്റ് ഫീഡിങ്ങും കേരീസും അഗെയിൻ കോൺട്രവേഴ്സിയൽ ടോപ്പിക് ആണ്. The way you handle it do matters. പിന്നെ ഇപ്പോൾ ടീത്തിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പറയും ഇപ്പോൾ ടീത്ത് വന്നതിന് ശേഷമുള്ള ഫീഡിങ് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് മിക്ക പാരൻസും പറയുന്ന ഒരു കാര്യമാണ്. ടീത്ത് വന്നതിന് ശേഷം അതിന് മുന്നേ തന്നെ ഗംസ് വെച്ചിട്ട് തന്നെ ആണെങ്കിലും ഭയങ്കരമായിട്ട് പെയിൻഫുള്ളാണ് കാര്യങ്ങളാണെന്നൊക്കെ. അപ്പോൾ അതിന് നമുക്ക് അവർക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻസോ കാര്യങ്ങളോ ഉണ്ടായിട്ട് ആണ് സമയത്ത് ഒബ്വിയസ്ലി കിഡ്സ് വിൽ ഗോ ത്രൂ എൻ നമ്പർ ഓഫ് ഇറിറ്റേഷൻസ്. അവരുടെ ബോഡിയിൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ചേഞ്ചസ് നടക്കുന്നുണ്ട്. ചില കുട്ടികൾക്ക് അതൊരു ചെറിയ തലവേദന അതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യും ടീത്തിങ് ഈസ് ആ ഒരു സ്റ്റേജ് ഓരോ കുട്ടികൾക്കും. അപ്പോൾ എൻ്റെ മൂത്താക്ക് വാസ് ക്വൈറ്റ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ ഷീ സ്റ്റോപ്പ് ഫീഡിങ് ഫോർ എ വൈൽ. എന്നിട്ട് പിന്നെ ഞാൻ രണ്ടാമത് പമ്പ് ചെയ്തൊക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. തേർഡ് വൺ ഈസ് ഗെറ്റിംഗ് ഹിസ് ടീത്ത്. അപ്പോൾ അവരെങ്ങനെ നമ്മളെ അങ്ങനെ നോക്കും, ഞാൻ കടിക്കണോ വേണ്ടോ. ഇറ്റ് അഗെയിൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റെസ്പോൺസ് ദാറ്റ് വി ഗിവ്. മെനി ടൈംസ് എന്ന് പറയുമ്പോൾ ദേ തിങ്ക് ദാറ്റ് വി ആർ ആക്ച്വലി പ്ലേയിങ് വിത്ത് ദം ആൻഡ് ദേ വിൽ റിപ്പീറ്റ് ദാറ്റ് പാറ്റേൺ. അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും അവരെ കളിപ്പിക്കാനാന്നല്ല, അപ്പൊ ദേ ഹാവ് അത്രയും കുഞ്ഞു മനസ്സല്ലേ, അപ്പൊ അവർ വീണ്ടും ചെയ്യും. അപ്പൊ അഗെയിൻ ദ റെസ്പോൺസ് മാറ്റേഴ്സ്. പിന്നെ നമ്മളത് മനസ്സിലാക്കുക അതുണ്ടാവും. അപ്പോൾ ഭയങ്കര സിവിയർ ആണെങ്കിൽ ഗോ ഗെറ്റ് എ കൺസൾട്ട് വിത്ത് യുവർ പീഡിയാട്രിക് ഡെന്റിസ്റ്റ്. Yes, we do give some amount of medications. We do give some amount of tips to get rid of them. നമുക്ക് അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം പിന്നെ these people can easily sense a heartbeat. Once you're nervous, they'll press your button even more. അപ്പോൾ ആ കൂളി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. നോട്ട് ദാറ്റ് ചില സമയത്ത് ഇതാക്കുമ്പോൾ വി ഷുഡ് ബി വെരി സ്റ്റേ. നമ്മുടെ വോയിസിന്റെ ഡിഫറൻസ് ഒക്കെ ഇപ്പോൾ 10 months ഒക്കെ ആകുമ്പോൾ എന്തായാലും മനസ്സിലാവും, നന്നായി കിട്ടും അവർക്ക്. അപ്പം ദാറ്റ് ഡു മേക്ക് എ ഡിഫറൻസ്. ടീത്തിങ്ങിൻ്റെ സമയത്ത് യെസ് ദർ ഇസ് ഡിഫിക്കൽട്ടി. കാരണം നമുക്ക് മനസ്സിലാവുന്ന പോലെ പറയുകയാണെങ്കിൽ അവസാനത്തെ പല്ല് വിസ്ഡം ടൂത്ത് എന്നറിയാമല്ലോ, ആ വിസ്ഡം ഒന്നും വരുമെന്നല്ല, അതാ പ്രായത്തിനോട് നമുക്ക് വിസ്ഡം വരണം എന്നുള്ളതുകൊണ്ടാണ്. അവസാനത്തെ പല്ല് വരുമ്പോൾ മെനി ഓഫ് എസ് ഗോ ത്രൂ എ ലോട്ട് ഓഫ് സയൻസിലെ
യെസ്, ടു ആൻ എക്സ്റ്റെൻറ്റ് ബേബീസ് ഓൾസോ, ബിക്കോസ് താഴത്തെ പല്ല് വരുമ്പോൾ എസ്പെഷ്യലി അതെ. it is erupting against gravity. അല്ലേ? So it has to put some pressure on the gum pads for it to be out. ഓക്കെ. പിന്നെ വരുന്ന കുറച്ച് ഡൗട്ട്സ് ആണ് ഈ പാസിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. പാസിഫയേഴ്സ് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പം ഇവിടെ ആണെങ്കിലും കുറച്ചുകൂടി കോമൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അബ്രോഡൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കോമൺ ആണ് പാസിഫയേഴ്സ്. പാസിഫയേഴ്സ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ബേബീനെ? അങ്ങനെ അല്ലെങ്കിൽ പാസിഫയേഴ്സ് വേണോ എന്നുള്ളത് ആസ് പ്രൊഫഷണൽ എൻ്റെ ഇതിൽ ഐ ഡോണ്ട് സജസ്റ്റ് പാസിഫയേഴ്സ്. ഓക്കെ. What do you mean by pacifier? What is the literal meaning of pacified? Soothed. Yes. അല്ലേ? അപ്പം നമ്മളൊരു ഇപ്പോൾ എസ്പെഷ്യലി യു ആർ ഇൻ ടു ദാറ്റ് പാരൻറ്റിങ് തിങ്, വാട്ട് ആക്ച്വലി സൂട്ട്സ് യുവർ ബേബി? വാട്ട് നമ്മൾ കുറച്ചുകൂടി കൺസിഡർ ചെയ്യുന്നത് പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി കുറച്ചുകൂടി സൂത്തിങ് ആണ്. അപ്പൊ അതേ ഒരു സാധനം കൊടുക്കുകയാണെന്നുള്ള രീതിയിലാണ് പാസിഫയേഴ്സ് കൊടുക്കുന്നത്. അത് നമ്മൾ ഈ ഓറൽ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതിലാണ് നമ്മൾ പറയുന്നത്. ബിക്കോസ് ദ പ്ലഷർ സോൺ ഈസ് ഓറൽ ഫേസ്. അതൊന്നും വേണ്ട. ആ ഒരു കരയുന്ന ബേബിക്ക് ദേ നീഡ് ആ പ്രസൻസ്, ദേ നീഡ് ദ റിയഷുറൻസ്, ദേ നീഡ് ദ വാംത്ത്. ഓക്കെ. അപ്പോൾ ആ ഒരു ഇമോഷണൽ അവൈലബിലിറ്റി എന്ന് വെച്ചാൽ ഈ പാസിഫയർ അല്ലെങ്കിൽ തംസക്കിങ് വിച്ച് ഇസ് അഗൈൻ എ കോൺട്രവേഴ്സ്യൽ ടോപ്പിക്. ഞാനത് എപ്പോഴും ഇപ്പം നമ്മളുടെ അടുത്ത് എൻ്റെ അടുത്തൊരു കുട്ടി വരുവാണെങ്കിൽ ദ ഫസ്റ്റ് തിങ് ഐ ഡു ഈസ് ഗോ ഡിഗ് ദേ പാസ്റ്റ്. I'll be asking very weird questions. Some of them get very agitated, but I have to find the root cause why this happened. അപ്പോൾ എന്താണെന്ന് കണ്ടെത്തി. ഇപ്പോൾ ഒരു പനീൻ്റെ, ഞാൻ എപ്പോഴും എൻ്റെ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യം, പനി ഒരു കഫക്കെട്ട് കൊണ്ട് പനി, വൈറൽ ഫീവറിനെ കൊണ്ട് പനി ഉണ്ടാവും, ബാക്ടീരിയൽ ഇൻഫെക്ഷനെ കൊണ്ട് പനി ഉണ്ടാവും, എല്ലാം നന്നായിട്ട് എക്സസൈസ് ചെയ്തിട്ട് പിന്നെ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ പനി വരും. യു ഷുഡ് ഫൈൻഡ് ദ കോസ്. നന്നായിട്ട് എക്സസൈസ് ചെയ്തിട്ട് ലാക്റ്റിക് ആസിഡ് ഉണ്ടായി പനി വന്നയാൾക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ പനി മാറുമോ? ഇല്ല. സോ ദാറ്റ്സ് ദ തിങ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹിസ്റ്ററി എടുക്കുന്നത്. അപ്പോൾ ഹിസ്റ്ററി എടുത്തിട്ട് ഒരു എല്ലാ ഹോം കണ്ടീഷൻസും ഫേവറബിൾ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇഫ് യു ആർ റെഡി ടു റെക്ടിഫൈ ദാറ്റ് തിങ്, that will stop on its own. അപ്പോൾ ബേബീസിൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും പറയാം, it should never be always the mother. Again, I'm not putting a pressure on mother. It can be father. Yes. It can be an older sibling who they can be with. അപ്പോൾ എൻ്റെ അൽഹംദുലില്ലാ തേർഡ് ബേബി didn't have. മൂത്താളി കയ്യായിരുന്നില്ല. Because I was so worried that all the time I was, അല്ലോ ഇങ്ങനെയായിരുന്നു. ഫസ്റ്റ് ടൈം മോം I was like this. അവൾക്ക് ഫസ്റ്റ് വാക്സിനേഷൻ എടുക്കാന്ന് പറയുമ്പോൾ തന്നെ ഞാൻ തലേ ദിവസമായി കരച്ചിൽ തുടങ്ങും. അതോ ഇതിൽ പനിക്കുമല്ലോ. When I changed my thing, second baby was somewhat easy. Second babyന്റെ പ്രശ്നം now I recognize was overfeeding him. Because I couldn't feed my first baby, I was always overfeeding him. പിന്നെ പാല് കുറവാണ്, ഡോക്ടർ പാല് കൊടുത്തതിന് ശേഷം കുട്ടി ഇങ്ങനെ തപ്പാണ്. അപ്പൊ കുട്ടിക്ക് എന്തൊരു ഡിസ്കംഫർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടീൻ്റെ ഫസ്റ്റ് തിങ് ഈസ് അവരുടെ പ്ലഷർ സോൺ ഇതാന്ന് പറയല്ലോ. അപ്പൊ ഇപ്പം ഞാൻ പഠിച്ചു, അല്ല അതവന് ബേർപ്പ് ചെയ്യണ്ടോണ്ടായിരുന്നു അവന് വയല് കയറ്റുണ്ടായിരുന്നത്. ദ മൊമെന്റ് ഐ സ്റ്റാർട്ടഡ് ഗിവിംഗ് ഹിം ദാറ്റ് ടമ്മി ടൈം, ദാറ്റ് വാസ് സോൾവ്ഡ്. എന്നിട്ട് സോക്സ് ഇട്ടിട്ട് കുറെ കരയിപ്പിച്ചിട്ടൊക്കെ ആദ്യം നിർത്താൻ നോക്കി. ബിക്കോസ് ഐ നോ ദാറ്റ് ഇഫ് ദിസ് ഇസ് ഗോയിങ് ടു കണ്ടിന്യൂ ഇറ്റ് വിൽ കണ്ടിന്യൂ അൺടിൽ ദ ഏജ് ഓഫ് 8. അതേപോലെയുള്ള ബേർപ്പിംഗ് ഇപ്പോൾ നമ്മൾ പറഞ്ഞപ്പോഴാണ് കുറച്ചുകൂടെ ഓർമ്മയത്. ബേർപ്പിംഗ് എന്ന് പറയുമ്പോൾ പല ആൾക്കാരും 15 minutes വരെയൊക്കെ ബേർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ ബേർപ്പിംഗ് എത്രത്തോളം നല്ലതാണ് ഈ ഒരു ആഫ്റ്റർ ഫീഡിങ് കുട്ടികൾക്ക്, അല്ലെങ്കിൽ അവരുടെ ഡൈജഷൻ അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആണോ അത്? നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാട്ടോ. നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ ഗ്യാസ് വിടാൻ വരിക? എപ്പോഴാണ് നമ്മൾ ആക്കുക? സ്റ്റൊമക്ക് ഓവർഫിൽഡ് ആകുമ്പോൾ, അല്ലെങ്കിൽ വെരി ഹറിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ you are gulping that gas in between. There comes a role of latching. Okay. If you have that baby correctly latched, the amount of gas that baby is incorporating, അപ്പോൾ എല്ലാ കേസിലും നമുക്കത് പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്താ, ആ ഇടയ്ക്ക് വന്ന ആ ഗ്യാസിന് പുറത്തേക്ക് കളയാൻ വെരി ന്യൂ ബോൺ ബേബീസിന് ആ ഒരു കേപ്പബിലിറ്റി ഇല്ല. ബിക്കോസ് ദെയർ മൂവ്മെന്റ്സ് ആർ റെസ്ട്രിക്റ്റഡ്.
അല്ലേ? നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് അതെ, കെട്ടിവെച്ച് ഇതാക്കുക. അപ്പം അവിടെയാണ് നമ്മൾ ബോഡി മസാജിങ്ങിൻ്റെ ഒക്കെ കുറേ റൂൾസ് പറയുന്നത്. ഫസ്റ്റ് തിങ് ഐ വുഡ് സജസ്റ്റ് ഈസ് ബേപ്പ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ആ ഗ്യാസ് ചില ദിവസമൊക്കെ കാണാൻ രാത്രി നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് കഴിച്ച്, പ്രത്യേകിച്ച് നമ്മൾ പുതിയ ഉമ്മമാർ. അപ്പോൾ അതാണ് ബേപ്പിങ്ങിൻ്റെ ഫസ്റ്റ് ഇതാ. അപ്പം ബേപ്പ് ചെയ്യണം. ബേപ്പ് ചെയ്തിട്ട് ആ ഗ്യാസ് വിട്ട് കഴിയുമ്പോൾ ഈ ഒരു സെർച്ചിങ് നിർത്തും. ഈ സെർച്ചിങ്ങിൻ്റെ അർത്ഥം അപ്പം എല്ലാവരും വിചാരിക്കും എനിക്ക് പാല് കുറവാണ്. അതെ, അല്ലോ എനിക്ക് പാല് കുറവാണ്. അപ്പം ഞാൻ ചോദിക്കും എത്ര മൂത്രം ഒഴിക്കുന്നു, എത്ര അപ്പിടുന്നു. അപ്പോൾ ഓരോ കുട്ടികൾക്ക് അവരുടെ ബർത്ത് വെയിറ്റ് വെച്ചിട്ട് ഇത്ര വെയിറ്റ് ഗെയിൻ വേണം. ഇഫ് ദാറ്റ് ഈസ് സഫിഷ്യൻറ്റ്, ഇഫ് ദേ ആർ പീയിങ് ആൻഡ് പൂപ്പിങ് ഇൻ സഫിഷ്യൻ്റ്ലി, ദാറ്റ് മീൻസ് യു ഹാവ് ഇനഫ് ആൻഡ് അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് മിൽക്ക്. Only thing is the method that you give that milk, that is their food, അല്ലേ, has to be modified. നമ്മൾ ഫസ്റ്റ് പറയും വെജീസ് കഴിക്കുക, പിന്നെ പ്രോട്ടീൻ കഴിക്കുക. അപ്പോൾ അതേപോലെ അവർക്ക് ആ പ്രോപ്പർ ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എവ്രിബഡി ഹാസ് ദാറ്റ് ഫസ്റ്റ് തോട്ട്, ഇങ്ങനെയാണ് ഒരു ബ്രസ്റ്റ് ഫീഡിങ് മദർ. അങ്ങനെയൊന്നുമല്ല, ഒരുപാട് വേറെ പൊസിഷൻസ് ഉണ്ട് വിച്ച് ഹാസ് ടു ബി കസ്റ്റമൈസ്ഡ് അക്കോർഡിംഗ്ലി. അങ്ങനെ ഒരു പൊസിഷൻ വൈസ് നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിന് പിന്നെ അങ്ങനെ കുറച്ചുകൂടി അവർക്ക് കുറച്ചുകൂടി കൂടുതൽ കുടിക്കാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ എത്ര കംഫർട്ടബിൾ. ഇപ്പൊ ഞാൻ ഈ ബാക്കിൽ കുഷൻ വെച്ചു, ഞക്ക കുഷൻ വേണ്ടല്ലോ, ഞാൻ എൻ്റെ കാല് നിവർത്തി വെച്ചു. കാരണം എൻ്റെ കാലെത്തൂല. അപ്പൊ ഞാൻ ഈ കസേര ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കാലിങ്ങനെ തൂക്കിയിട്ടിട്ട് ഇരിക്കുന്നതിനേക്കാളും നല്ലത് ഇറ്റ്സ് ഓഫൻ ബെറ്റർ ദാറ്റ് ഐ പ്ലേസ് എ സ്റ്റൂൾ. ദ മോർ കംഫർട്ടബിൾ യു ആർ, the more likely you are going to sit in a particular position. ആ കേസിൽ ഞാൻ പ്രത്യേകം പറയും ബ്രസ്റ്റ് ഫീഡിങ് പൊസിഷൻ ഹാസ് ടു ബി വെരി മച്ച് കംഫർട്ടബിൾ ടു ദ പേരൻറ്റ് ആസ് വെൽ ആസ് ദ ബേബി. അപ്പം എനിക്ക് കംഫർട്ടബിൾ ആവില്ല, ഇയാൾക്ക് കംഫർട്ടബിൾ ആവണത്. ദാറ്റ് വി ഹാവ് ടു കസ്റ്റമൈസ്. അല്ലാതെ നമ്മളിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയൊന്നുമല്ല ചെയ്യുക. ഒരാൾ വരും, അവരുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈല്, അവരുടെ വർക്കിൻ്റെ പാറ്റേൺ, അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് we are just guiding them. Other thing the baby and mother will do. ഞാൻ എപ്പോഴും പറയാം, if you feel it's not okay, then you are right. We have to dig deeper. ഓക്കെ. പിന്നുള്ളതാണ് ഇപ്പോൾ കൂടുതലും കുറച്ച് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും പാരൻസ് കിടന്നിട്ടാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാന്ന് പറയും. അവരുടെ ഒരു അവര് കുറച്ചുകൂടി എന്താ റെസ്റ്റ് എടുക്കുന്നൊക്കെ ഒരു ടൈമും കൂടെ ആയിരിക്കും അല്ലേ കിടക്കുന്നത്. അപ്പോൾ ഞാനും ആ ഒരു ടൈപ്പ് ആയിരുന്നു, കുറച്ചുകൂടി കിടന്നിട്ട് പാൽ കൊടുക്കാൻ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായിരുന്നു. പക്ഷെ അപ്പോൾ എന്നെ കൂടുതൽ ഉമ്മ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ അങ്ങനെ ശീലമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എപ്പം കിടക്കുവാണെങ്കിലും കുട്ടിക്ക് വന്നിട്ട് പാൽ കുടിക്കാൻ തോന്നുന്നുള്ളതാ. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടോ? അപ്പോൾ കിടന്ന് പാൽ കൊടുക്കാൻ കണ്ടീഷനിങ്. ഹാവ് യു ഹേർഡ് പാവ്ലോസ് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടീഷനിങ്? എന്ന് വെച്ചാൽ ഒരു ബെല്ല് കേട്ടിട്ട് ഒരു നായി വരുന്നൊരു ഇതാണ് അത്. അപ്പം നമ്മൾ അതിനു വേണ്ടി മാത്രമാണ് കുട്ടീൻ്റെ കൂടെ കിടക്കുന്നത് എന്നുള്ളതിലാണ് നമ്മളുടെ ഇത് വരുന്നത്. ഒരു ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് മാത്രം കുട്ടീൻ്റെ അടുത്ത് കിടന്നു കഴിഞ്ഞാൽ ദ കുട്ടി വിൽ കോറിലേറ്റ് ഇറ്റ് വിത്ത് ദ ബ്രസ്റ്റ് ഫീഡിങ്. അല്ല, അവരുടെ കൂടെ കളിക്കാൻ കിടക്കുകയാണ് നമ്മൾ, അവരുടെ കൂടെ നമ്മൾ ചുമ്മാ അങ്ങനെ സ്കിൻ ടു സ്കിൻ ആയിട്ട്. അപ്പം അത് അഗെയിൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ വി ഇൻട്രാക്ട് വിത്ത് ദ ചൈൽഡ്. സൈഡ് ലൈയിങ് പൊസിഷനിങ് എന്ന് പറഞ്ഞൊരു പൊസിഷനിങ് തന്നെ ഉണ്ട്. With me as well, I was completely into side lying with the third baby because my C-section scar was so big, so traumatized. I have to do that. അപ്പോൾ ആ സൈഡ് ലൈങ്ങിനും വേരിയേഷൻസ് ഉണ്ട്. The moment I was okay, ഞാനത് മാറ്റി. അത് തെറ്റാന്നില്ല. There is nothing completely wrong. അത് ഓരോ സിറ്റുവേഷൻ, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ പെർസെപ്ഷൻ എന്നറിയില്ല. മദറിന്റെ കംഫർട്ടിന് പ്രാധാന്യം കൊടുക്കണം, അത് കൊടുക്കണം. ഐ എം സിറ്റിംഗ് ലൈക്ക് ദിസ് ബിക്കോസ് ഐ എം ഗെറ്റിംഗ് എൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് കിട്ടണം. അപ്പോൾ ഇഫ് ഐ എം കൺസേൺ അബൌട്ട് ഒരു ഇൻ്റർവ്യൂക്ക് ഇങ്ങനെ സിറ്റ് ചെയ്യാണ്, അതല്ല. ഇഫ് യു ആർ കംഫർട്ടബിൾ യു വിൽ ഡു ദാറ്റ് തിങ് മോർ ആൻഡ് മോർ. യെസ്, ഡു ഹാവ് എൻ എഫക്റ്റ് ഓൺ ദ ബ്രസ്റ്റ് ഫീഡിങ് പാർട്ട്. നമുക്ക് വേദനയുള്ള സാധനം നമ്മൾ വീണ്ടും ചെയ്യുമോ? ഇല്ല. ഇപ്പോൾ ഒരു കുട്ടി പെട്ടെന്ന് വരികയാണ്, അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഓവറായിട്ട് ഇൻഡൽജ് ചെയ്യും. ബ്രസ്റ്റ് ഫീഡിങ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് ഇൻഡൽജ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഓറൽ എവേർഷൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ കേട്ടിട്ടുണ്ടാവും. കുട്ടിക്ക് ഇപ്പോൾ പറഞ്ഞു നിപ്പിൾ കൺഫ്യൂഷൻ, ഓറൽ എവേർഷൻ, ഇതൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഓറൽ എവേർഷൻ എന്ന് പറഞ്ഞാൽ കുടിക്കി. When the babies don't want that, we will force them to have it. എപ്പോ
പള്ള നിറഞ്ഞു നിൽക്കുക, ഗ്യാസ് വിടാതെ നിൽക്കുക. അപ്പം നീ വിശക്കുണ്ടാവും, പാലില്ല, കുത്തി കൊടുക്കാൻ നോക്കും. അപ്പം എന്താ ഉണ്ടാവുക, കുട്ടി തട്ടിട്ടോ. ഡോക്ടറെ എൻ്റെ പാല് ഇങ്ങോട്ട് കൊടുക്കാൻ വരുമ്പോഴത്തേന് കുട്ടി ഇങ്ങോട്ടൊക്കെ ബാക്കോട്ടൊക്കെ അങ്ങ് ആവുകയാണ്. അപ്പോൾ അതേപോലെ പിടിക്കുന്ന രീതി. അപ്പോൾ എപ്പോഴും ഞാൻ പറയാ, just do one experiment for me. Just hold your hand here, hold your hand, press your hand against your head and like this. Okay. Now you try to eat something. No. How do you feel? No, never. So many times when a baby, നമ്മൾ എപ്പോഴും ഇങ്ങനെയല്ലേ കൊണ്ടുവരും. silly things do bring a lot of changes. എപ്പോഴും ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ എന്താ നിനക്ക് ആദ്യം ശ്വസിക്കുകയാണോ വേണ്ടി, അതോ ആദ്യം തിന്നുകയാണോ വേണ്ടി? You need air first, right? ABC, airway, breathing. അതാണ് നമ്മൾ ഇതാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൊണ്ടുവരുമ്പോൾ കുട്ടിയൊക്കെ ഇന്നെന്താ കൊല്ലാൻ കൊണ്ടുപോകാം. അപ്പം ദാറ്റ് കുട്ടി വിൽ കോറിലേറ്റ് വിത്ത് എന്നെ ശ്വാസം പൊട്ടിക്കാൻ വേണ്ടിയാണ് ബ്രസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. വിച്ച് they don't want. Obviously I was down. അല്ലേ? That's the very 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 funny situations are there. അപ്പോൾ എൻ്റെ ഓരോ റൂമിൽ ഞാൻ ഓരോ തരത്തിലുള്ള ചെയർസാണ് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ സൈഡ് ലൈൻ പൊസിഷൻ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന റൂമാണ്. അവിടെ എനിക്ക് ബ്രസ്റ്റ് ഫീഡിങ്, എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്, മറ്റേ റോക്കിംഗ് ചെയർ ഉണ്ട്, താഴെ എൻ്റെ മറ്റേ റിക്ലൈനർ ചെയർ ഉണ്ട്. സോ ഒരു കേസ് വരുമ്പോൾ ഏതാണോ സ്യൂട്ടബിൾ. പിന്നെ ഹോസ്പിറ്റൽ എൻവയോൺമെൻറ്റ് ഐ ഡോണ്ട് പ്രിഫർ ഡൂയിങ് ഇറ്റ് ബിക്കോസ് ഓഫ് മൈ ഓൺ പേഴ്സണൽ. അപ്പോൾ 10-20 ദിവസം ഹോസ്പിറ്റലായിട്ട് കെട്ടിമറിയുക. പിന്നെ ഇത് ഹോസ്പിറ്റലിൽ അഗൈൻ നമ്മളെ ഹാർട്ട് ബീറ്റ് കൂടും, which we don't want. I want oxytocin. I want oxytocin, so I'll make them comfortable as far as possible. നമ്മളിപ്പോൾ ട്വീക്കുള്ള ഒരു പാരന്റിങ് കമ്മ്യൂണിറ്റിയാണ്. പാരന്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ മദറിനെ മാത്രമാണ് ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്യുന്നത്. ഫാദറിനെ എങ്ങനെയൊക്കെ അതിൽ they do have a role. എന്ന് വെച്ചാൽ നമ്മൾ ഫീഡിങ് ഇറ്റ് ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജസ്, ഫസ്റ്റ് 3 months എസ്പെഷ്യലി, ഫസ്റ്റ് 40 days എസ്പെഷ്യലി നമുക്ക് ഇത് തന്നെ പണി, ഇത് തന്നെയാണ് പണി. 2 hours ഫീഡ് ചെയ്യണം, ഇതാക്കണം. ഇൻ ബിറ്റ്വീൻ നമ്മളെ നാട്ടിൽ ഇപ്പോഴൊക്കെ കുറേ മാറി വരുന്നുണ്ട്. ഉപ്പമാരടക്കൊന്ന് വന്ന് അല്ലെങ്കിൽ അച്ഛന്മാരടക്കൊന്ന് വന്ന് തലയിട്ട് നോക്കി പോവും. That's just not the scene. You can help in many other ways. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ചോദിക്കും, ഞാനിപ്പോൾ എന്താ അതിൽ ചെയ്യുക, എനിക്കെന്താ അവിടെ റോൾ, ഇവിടെ ഫുൾ ടൈം കുട്ടീനായിട്ടിരിക്കും, എനിക്കെന്താ അതിൽ റോൾ? യെസ്, ആഫ്റ്റർ ഫീഡ് യു ക്യാൻ ടേക്ക് യുവർ ബേബി, യു ക്യാൻ ഗിവ് ദാറ്റ് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട്, you can give enough and more rest for the mother. That's the best thing that you can do. Go make her sleep. You will ensure that your baby gets enough and more milk. അപ്പോൾ സപ്പോർട്ട്, ഇമോഷണൽ സപ്പോർട്ട് ഇസ് വെരി വെരി, നമ്മൾ ഭയങ്കര വൾണറബിൾ സ്റ്റേജിലായിരിക്കും. ആൻഡ് ഏറ്റവും കൂടുതൽ അത് എടുക്കുക നമ്മളെ ഹസ്ബൻഡിനോടായിരിക്കും. ബിക്കോസ് വി ഫീൽ ദാറ്റ് ചില സമയത്ത് വരാം, ഇവർക്കിപ്പോൾ എന്താ ഇതിൽ വലിയ അറിയോ, ഒന്നും അവർ ചെയ്യുന്നില്ല. അപ്പോൾ ചേഞ്ച് ദാറ്റ് ഡയപ്പർ. Okay. Get a bath for your wife. That's in the role of, this is what my husband has literally done for me. Okay. And that do made a lot of change. Okay. No, I'm not joking. Okay. With the third baby, the more the father get involved in that birthing process, it has an immense amount of effect on your on the mother as well as the baby. Okay. I'm not joking because I have experienced it on my own. And I give full credit to my husband for that. ഇപ്പോഴുള്ള കുറച്ചുകൂടി They need to learn. They are very much into that. Okay. ഇപ്പോഴൊന്നല്ല, എൻ്റെ മാപ്പിളക്ക് കുറച്ച് പ്രായം കണ്ടു, പക്ഷേ he has learned from the process. കുറച്ചുകൂടി കോമൺലി ആയി വരുന്ന. പക്ഷെ ചോദിക്കും, എന്താ അപ്പം ആണുങ്ങൾക്ക് എന്താ അവിടെ കാര്യം? ആണുങ്ങൾക്ക് കാര്യമുണ്ട്. മിക്ക സമയത്തും ഞാനാണെങ്കിലും കേട്ടിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പം അതുവരെ നമ്മൾ ഒരുമിച്ച് നിന്ന ആൾക്കാർ ഡെലിവറി കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് സെപ്പറേറ്റ് ആവാണ് ചെയ്യുന്നത്. അമ്മയും കുഞ്ഞും മാത്രം വേറെ, ഫാദർ വേറെ, അങ്ങനെ ഡൈനാമിക്സ് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. ഈച്ച് ടോപ്പിക് ഇസ് എ ടോപ്പിക്. ലാച്ച്, ഇപ്പോൾ പൊസിഷൻ തന്നെ, ഡു യു ബിലീവ് 8 types ഓഫ് പൊസിഷനിങ് ഉണ്ട്. ലാച്ച് പല ലാച്ചസ് ഉണ്ട്. ഷാലോ ലാച്ച് ഉണ്ട്, ഡീപ്പ് ലാച്ച് ഉണ്ട്, ടങ്ങിൻ്റെ റോളുണ്ട്, ലിപ്പിൻ്റെ റോളുണ്ട്. ഇതൊക്കെ പറയാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് അതന്നെ ഒരു ടോപ്പിക്. അപ്പോൾ ഐ ഡോണ്ട് വാണ്ട് ദിസ് ടു ബി
ടു സ്ട്രക്ചേർഡ് കൈൻഡ് ഓഫ് തിങ്. അപ്പോൾ നമുക്ക് കുറേ വളരെയേറെ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം മാം പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഇപ്പോൾ പാരൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം ഒരു ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ബേബീനെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും പല ടൈപ്പ് ആൾക്കാർക്കും ഒരുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. Hope I did the justice, but I was not very aware of it. ഓക്കെ, പക്ഷെ കുറേ അവയർനെസ് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയെന്ന് തന്നെ പറയാം. താങ്ക് യു Thank you so much. Thank you so much again. Okay. Thank you.